Good morning all. Building components വരുന്ന ഡിഫെക്ട്സിലെ സെക്കൻഡ് വൺ ആണ് ഡിഫെക്ട്സ് ഇൻ മേസൺറി. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് വൺ ഡിഫെക്ട്സ് ഇൻ ഫൗണ്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേസൺറിയിൽ വരുന്ന ഡിഫെക്ട്സിനെ കുറിച്ചാണ്. മെയിനായിട്ട് 6 ഡിഫെക്ട്സ് ആണ് മേസൺറിയിൽ വരുന്നത്. അതായത് മേസൺറി എന്ന് പറയുമ്പോൾ നമ്മുടെ പടവിലൊക്കെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എഫ്ലോറസൻസ്, സെക്കൻഡ് വൺ സൾഫേറ്റ് അറ്റാക്ക്, third one corrosion of reinforcement, fourth one shrinkage on drying, fifth one cracking, and sixth one aging and degradation. ഇനി ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കാം, എഫ്ലോറസൻസ്. The defect is formed due to the crystallization of salt from the brick is known as efflorescence. അതായത് ഒരു ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ള സാൾട്ടിന്റെ പ്രസൻസ് കാരണം അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വൈറ്റ് പൗഡർ പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് അപ്പിയറൻസ് നമ്മളെ ബ്രിക്കിന്റെ ഒക്കെ പുറത്ത് സർഫസിലായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രസൻസ് ഓഫ് എക്സസീവ് സോലുബിൾ സാൾട്ട് പ്രസന്റ് ഇൻ ബ്രിക്ക് ഗെറ്റ് ഡിസോൾവ്ഡ് ആൻഡ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. ബ്രിക്ക് വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ള സോലുബിൾ സാൾട്ട് എന്ത് ചെയ്യും, ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് പുറത്തേട്ട് വരും, ബ്രിക്കിന്റെ പുറത്ത് സർഫസിലോട്ട് വരും. ദ സോലുബിൾ സാൾട്ട് പ്രസന്റ് ഇൻ ദ ബ്രിക്ക് ഗെറ്റ് ഡിസോൾവ്ഡ് ആൻഡ് കംസ് ടു ദ സർഫസ് ഇൻ ദ ഫോം ഓഫ് എ വൈറ്റ് പൗഡർ. എന്നിട്ട് അത് ബ്രിക്കിന്റെ പുറത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, പുറത്തുള്ള സർഫസില് വെള്ള പൗഡർ പോലെ പറ്റി പിടിച്ചിട്ട് ഒരു വൈറ്റിഷ് അപ്പിയറൻസ് ഉണ്ടാകും. ഈ ഡിഫെക്ട്സിനെ പറയുന്ന പേരാണ് എഫ്ലോറസൻസ്. അപ്പോൾ നമ്മുടെ മേസൺറി ബ്രിക്കൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രസൻസ്, മഴയൊക്കെ നനയുക അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒക്കെ പ്രസൻസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്താവും, ഈ എഫ്ലോറസൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സെക്കൻഡ് വൺ നോക്കുക, സൾഫേറ്റ് അറ്റാക്ക്. This type of defects happens when the sulfate salt present in the brick. ബ്രിക്കില് സൾഫേറ്റ് സാൾട്ടിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് സൾഫേറ്റ് അറ്റാക്കുകൾ സാധാരണയായിട്ട് നടക്കുന്നത്. The sulfate react with the alumina of cement and causes increase in volume of mortar. അതായത് ബ്രിക്കിൽ അടങ്ങിയിട്ടുള്ള സൾഫേറ്റും സിമെന്റിൽ അടങ്ങിയിട്ടുള്ള അലുമിനിയം കൂടി റിയാക്ട് ചെയ്തിട്ട് എന്താവും, മോട്ടർ, അതായത് മേസൺറിന്റെ ഇടയിൽ നമ്മൾ മോട്ടർ ജോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ കൊടുക്കുന്ന മോട്ടാറിന്റെ വോളിയം അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന പറയുന്നത്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് മോട്ടാറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ മോട്ടാർ ബ്രിക്കിന്റെ മേസൺറിന്റെ ഇടയിലായിട്ട് നമ്മൾ ജോയിന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടാറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ആ മോട്ടാറിൽ അതുപോലെ തന്നെ മേസൺറിയിൽ എന്താണ്, ക്രാക്സ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വൺ നോക്കാം, കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഡാംപ്നെസ് ഇൻ ബിൽഡിംഗ് കോസസ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് മേസൺറി ആണെങ്കിൽ കൂടി മേസൺറിയിലൂടെ ഡാംപ്നെസ്, അതായത് മോയ്സ്ചറിന്റെ പ്രസൻസ് കാരണം വെള്ളം അബ്സോർബ് ചെയ്യും, അങ്ങനെ വരുന്നതാണ് ഡാംപ്നെസ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഡാംപ്നെസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് വരുന്ന റീഇൻഫോഴ്സ്മെന്റുകൾ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ എന്ത് ചെയ്യും, ഈ ഡാംപ്നെസ് എഫക്റ്റ് ചെയ്യും. വിച്ച് റിസൾട്ട്സ് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് മെറ്റൽ ആൻഡ് വിച്ച് ലീഡ്സ് ടു ക്രാക്സ് ഇൻ ദ മേസൺറി. അങ്ങനെ ഡാംപ്നെസിന്റെ പ്രസൻസ്, അതായത് മോയ്സ്ചറിന്റെ പ്രസൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന്റെ ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ എന്താവും, കൊറോഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, വാട്ടറിന്റെ ഒക്കെ പ്രസൻസ് വരുന്നത് കാരണം. ഓക്കെ, അപ്പോൾ കൊറോഷൻ സംഭവിക്കുന്ന സമയത്ത് റീഇൻഫോഴ്സ്മെന്റിൽ അതിന്റെ ഓരോ ടോപ്പ് ലെയർ ഇങ്ങനെ പൊളിഞ്ഞ് നശിച്ചു പോവാണ് ചെയ്യാറ്. അപ്പോൾ ഓരോ ലെയർ ആയിട്ട് അത് സെപ്പറേറ്റ് ഔട്ട് ചെയ്യും, എന്നിട്ട് ആ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് നശിച്ചു പോവുക ചെയ്യുക. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ വോളിയം അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സാധാരണ ഉള്ളിലും കുറച്ച് വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് ഡയമീറ്റർ കൂടിയിട്ടാവും കൊറോഷൻ സംഭവിച്ച സ്റ്റീലുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ തൊട്ടടുത്ത് വരുന്ന മേസൺറിയിലെ ഒക്കെ അതിന്റെ ഒരു ഇഞ്ചക്ഷൻ കാരണം മേസൺറിയിൽ ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ, അതാണ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, ഷ്രിങ്കേജ് ഓൺ ഡ്രൈയിങ്.
ബ്രിക്ക് ഈസ് എ പോറസ് മെറ്റീരിയൽ. ഇറ്റ് ഹാസ് ടെൻഡൻസി ടു അബ്സോർബ് വാട്ടർ. ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു പോറസ് മെറ്റീരിയൽ ആണ്, അതായത് വെള്ളം കടത്തിവിടുന്നൊരു മെറ്റീരിയൽ ആണ്. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അബ്സോർബ് വാട്ടർ. വെള്ളം വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ബ്രിക്സിന്. മെയിനായിട്ട് ഡ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് അത്രയും ഡ്രൈ ആയിട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് അടുത്ത് വരുന്ന മോയ്സ്ചറിൻ്റെ പ്രസൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നന്നായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ when the brick absorb water, it swells, and when the absorbed water evaporates. ഈ വെള്ളം ഇത് വലിച്ചെടുക്കുന്ന, അതായത് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബ്രിക്ക് സ്വെല്ല് ചെയ്യുന്ന പറഞ്ഞാൽ വീർക്കും എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രിക്ക് ഒന്ന് സ്വെല്ല് ചെയ്യും. ആൻഡ് വെൻ ദ അബ്സോർബ്ഡ് വാട്ടർ ഇവാപ്പറേറ്റ്സ്. ആ അബ്സോർബ് ചെയ്ത വാട്ടർ പിന്നെ ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മൾ വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ വെള്ളം ബാഷ്പീകരിച്ച് പോവുക ചെയ്ത് നീരാവിയായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ദ ബ്രിക്ക് സ്റ്റാർട്ട് ടു ഷ്രിങ്ക്. ഈ വീർത്ത ബ്രിക്കിലുള്ള വെള്ളം ഉണങ്ങുന്ന സമയത്ത് നീരാവിയായിട്ട് പോകുമ്പോൾ എന്താണ്, ബ്രിക്ക് ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങാൻ തുടങ്ങും. ദ ഷ്രിങ്കേജ് ഓഫ് ബ്രിക്ക് ക്രിയേറ്റ്സ് ക്രാക്സ് ഇൻ ദ മേസൺറി ജോയിൻറ്റ്സ്. അങ്ങനെ ബ്രിക്സ് ഷ്രിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രിക്സിന് ഇടയിൽ കൊടുത്തിട്ടുള്ള മേസൺറി ജോയിൻറ്റ്സ് ഉണ്ടല്ലോ, മോട്ടാർ ജോയിൻറ്റ്സ്, ആ ജോയിൻറ്റ്സിലൊക്കെ ക്രാക്സ് അത് വീഴ്ത്തുന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക, ക്രാക്കിംഗ്. Cracking on masonry occurs due to the settlement of foundation, excessive loading, and deformations due to other effects. ക്രാക്കിംഗ് പല രീതിയിൽ മേസൺറിയിൽ ഉണ്ടാവാം. നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഡിഫക്ട്സിലൊക്കെ ക്രാക്കിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതല്ലാണ്ട് വരുന്ന കുറച്ച് കോസസ് ആണ് സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ, എക്സസീവ് ലോഡിങ്. ഫൗണ്ടേഷൻ സെറ്റിൽ ചെയ്യുന്നത് എക്സസീവ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ലോഡിലും കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ഡീഫോർമേഷൻസ് ഡ്യൂ ടു അതർ എഫക്ട്സ്, വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഡീഫോർമേഷൻസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താ മേസൺറിയിൽ ക്രാക്കിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കുക, ഏജിങ് ആൻഡ് ഡീഗ്രഡേഷൻ. ഏജിങ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് ദ മെറ്റീരിയൽസ് in particular rendering system due to continuous exposure in the environment and inadequate use or absence of maintenance procedure. ഏജിങ് ഓർ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന ഡിഫക്ട്സുകളാണ്. ഡീഗ്രേഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ കുറേ കാലം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടന്നിട്ടോ ഒക്കെ എന്താണ് കേടുവന്ന് പോകുന്ന അവസ്ഥയാണ്. ഏജിങ്ങും അത് തന്നെയാണ്, കുറേ കാലം യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് എൻവിറോൺമെൻറ്റിലോട്ട് എക്സ്പോസർ ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അതായത് എൻവിറോൺമെൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റിൻ്റെ അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റിൽ കണ്ടീഷനിൽ ചേഞ്ചസ് വരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് എന്താണ് അതിൽ വരുന്ന റിയാക്ഷൻസും മാറും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ അറ്റാക്കിൻ്റെ പ്രസൻസ് കാരണം, അതുപോലെ തന്നെ ഇൻഅഡ്യൂക്കേറ്റ് യൂസ്, പ്രോപ്പർ ആയിട്ടുള്ള യൂസ്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് മെയിൻ്റനൻസ് പ്രൊസീജിയർ, പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ കൊടുക്കാതെ കുറേ കാലം അങ്ങനെ യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിലൊക്കെയാണ് ഈ ഏജിങ് അല്ലെങ്കിൽ ഡീഗ്രഡേഷന് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിംഗ് ആണ്. പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ഡിഫക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ക്രാക്കിംഗ്, ബ്ലോയിങ് ഓർ ബ്ലിസ്റ്റിംഗ്, falling out of plaster, efflorescence, crazing, grinning, peeling and popping. ഇനി ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കാം, ക്രാക്കിംഗ്. The presence of different types of cracks due to different causes on the plaster surface. ഫസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത സർഫസിൽ കാണുന്ന ഒരു ഡിഫക്റ്റ് ആണ് ക്രാക്കിംഗ്, ക്രാക്സ് ഉണ്ടാവുക എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രാക്സും അതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ക്രാക്കുകൾ ഫോം ചെയ്യുന്ന ആ ഒരു ഡിഫക്റ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കുക, ബ്ലോയിങ് ഓർ ബ്ലിസ്റ്റിംഗ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്മോൾ പാച്ചസ് ഓൺ പ്ലാസ്റ്റർ സ്വെല്ലിംഗ് ഔട്ട് ഫ്രം ദ പ്ലാസ്റ്റേർഡ് സർഫസ്. ബ്ലോയിങ് ഓർ ബ്ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ്, അതായത് തേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും
ചില പോർഷൻസിൽ ഇങ്ങനെ ചെറിയ 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 എന്താ പറയുക കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ പൊന്തി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ബ്ലോയിങ് ഓർ ബ്ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ എന്താണ് എന്തിൻ്റെയും ചിലപ്പോൾ സിമെന്റിന്റെ ഒക്കെ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന കുറവ് കാരണമാവാം ചില ഭാഗങ്ങളിൽ പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പുറത്ത് പൊന്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ചെറിയ ചെറിയ കുത്തുകൾ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ ഒരു കുത്തുകുത്തു പോലെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ബ്ലോയിങ് ഓർ ബ്ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കാം, falling ഔട്ട് ഓഫ് പ്ലാസ്റ്റർ. In this defect, some area of plaster surface is fallen out due to improper binding. നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഇങ്ങനെ പാളികളായിട്ട് പൊളിഞ്ഞ് ചാടുന്ന ആ ഒരു ഡിഫക്റ്റ് ആണ് falling ഔട്ട് ഓഫ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം പ്രോപ്പറായിട്ട് ആ ഒരു മേസൺട്രിയിൽ ബൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ എയറൊക്കെ എയർ വേർഡ്സോ അല്ലെങ്കിൽ എയറൊക്കെ തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുറേ കാലം കഴിയുമ്പോൾ ഉള്ളിലുള്ള പ്രഷർ കൂടിയിട്ട് ആ ഒരു പ്ലാസ്റ്റർ ചെയ്ത ആ ഒരു പോർഷൻ എന്ത് ചെയ്യും പൊട്ടിയിട്ട് താഴെ വീഴും. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്ററിങ് ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവാം ഉള്ളിലുള്ള മേസൺട്രി കാണാണ് ആ ഒരു പോർഷനിലുള്ള പ്ലാസ്റ്ററിങ് ഓരോ ലെയറായിട്ട് എന്ത് ചെയ്യുക തേച്ച ആ ഒരു സിമെന്റിന്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ പൊളിഞ്ഞു ചാടുന്ന ആ ഒരു അവസ്ഥയാണ് falling ഔട്ട് ഓഫ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസ് നേരത്തെ പറഞ്ഞു, deposition of soluble salt in the form of whitish crystalline substance appear on the surface of plaster. പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഡാംനെസ്സിൻ്റെ ഒക്കെ പ്രസൻസ് കാരണം ഒരു വൈറ്റിഷ് തേച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറേ കാലം വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു വൈറ്റിഷ് അപ്പിയറൻസ് ഉണ്ടാവും. അതാണ് എഫ്ലോറസെൻസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കുക, ക്രേസിങ്. ഡെവലപ്മെന്റ് ഓഫ് തിൻ ഹെയർ ക്രാക്സ് is known as crazing is generally due to the shrinkage effect. ക്രേസിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാണ്ട് തിന്നായിട്ടുള്ള ഹെയർ ക്രാക്സ് ആണ് ക്രേസിംഗ് ആയിട്ട് പറയുന്നത്. മെയിനായിട്ട് ഷ്രിങ്കേജിൻ്റെ എഫക്റ്റ് കാരണം, അതായത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ ആബ്സെൻസ്, പ്രോപ്പർ എമൗണ്ടിലൊക്കെ വെള്ളം സപ്ലൈ ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം മിക്സ് ചെയ്ത സമയത്തൊക്കെ വെള്ളത്തിൻ്റെ ഒക്കെ കുറവ് കാരണമാണ് ഈ ക്രേസിംഗ് ഒക്കെ സാധാരണയായിട്ട് വരുന്നത്. പക്ഷേ ഈ ക്രേസിംഗ് ഉണ്ടായെന്ന് കരുതിയിട്ട് വലിയ ഡിഫക്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല, അതിൻ്റെ സ്ട്രെങ്ത്തിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കുക, ഗ്രീനിങ്. ഇൻ ദിസ് formation, a pattern of joints or similar breaks in the surface of plastering is to be found. അതായത് നമ്മൾ മേസൺട്രി ചെയ്തതിൻ്റെ മുകളിലായിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ആ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് മേസൺട്രിയിൽ വരുന്ന ജോയിൻസ് ഇല്ലേ, ആ ജോയിൻസും ആ ജോയിൻസിൻ്റെ അല്ലെങ്കിൽ ഉള്ളിൽ വരുന്ന ബ്രേക്കും കാര്യങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ആ ഒരു ഫുൾ പാറ്റേൺ പുറത്തോട്ടും അപ്പിയറൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഡാംനെസ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒക്കെ പ്രസൻസ്, മോയ്സ്ചറിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ആ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മേസൺറിൻ്റെ ജോയിൻസിനെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തോട്ട് എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കാണാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു കളറിലുള്ള വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും കാരണമായിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഗ്രീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, പീലിംഗ്. ഫ്രം ദ പ്ലാസ്റ്റർ സം പോർഷൻ ഓഫ് ദ സർഫസ് കം ഓഫ് and a patch is formed. Such a formation is termed as peeling and it is mainly due to the bond failure between successive coats of plaster. Peeling എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കാരണം എന്താ സർഫസിൽ വരുന്ന പ്ലാസ്റ്റർ പൊടിഞ്ഞു പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ പൊടിഞ്ഞൊക്കെ പോയിട്ട് ചെറിയ കുഴികളായിട്ട് നിൽക്കുന്ന ആ ഒരു ഫോർമേഷനെ പറയുന്ന പേരാണ് പീലിംഗ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പാച്ച് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് മോട്ടാർ അല്ലെങ്കിൽ സിമെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പീലിങ്ങിനെ ഓവർകം ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുക, പോപ്പിംഗ്. സംടൈംസ് ദ പ്ലാസ്റ്റർ മിക്സ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് which embound or being set, a conical hole in the plaster surface is formed. നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് സിമെൻറ്റും സാൻഡും വാട്ടറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത്
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് അതിൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് അടങ്ങിപ്പോയി, ചെറിയ നാരുകളൊക്കെ ആവാം. ഓക്കെ, വെജിറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമ്പോണൻറ്റ്, ചെറിയ നാരുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ നാരുകൾ അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ പൊട്ട് കഷ്ണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന സമയത്ത് അത് പിന്നെ അവിടെ ഒരു ഹോൾ, അത് നിന്നിരുന്ന ആ ഒരു പോർഷൻ ഒരു ഹോളായിട്ട് അവിടെ നിലനിൽക്കും. സോ ആ ഒരു ഹോളിനെയാണ് കോണിക്കൽ ഹോൾ എന്ന് പറയുന്നത്. അതിന് ബ്ലോ അല്ലെങ്കിൽ പോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് പോപ്പിങ്. ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എയർ വോയിഡ്സ് നിന്നിട്ടും എയർ ബബിൾസ് ഒക്കെ നിന്നിട്ടും ഇതേപോലെയുള്ള ഹോൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റർ സർഫസിൽ ചെറിയ ചെറിയ കോണിക്കൽ ആയിട്ടുള്ള ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് പോപ്പിങ്.